തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ വീണ്ടും കടുക്കുന്നത്. രാഹുൽ സജീവമാകണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. രാഹുൽ നിരപരാധിയാണ്, അവിശ്വസിച്ചത് തെറ്റായിപ്പോയെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. രാഹുലുമായി താൻ വേദി പങ്കിടുമെന്നും സുധാകരൻ വ്യക്തമാക്കി. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. അതേസമയം കെ സുധാകരനെ തള്ളി കെ മുരളീധരൻ രംഗത്തെത്തി. രാഹുൽ സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കളുമായി വേദി പങ്കിടാൻ പാടില്ല. രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തേണ്ടത് തീരുമാനിക്കേണ്ടത് അതത് ഇടങ്ങളിലെ സ്ഥാനാർത്ഥിയാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. കെ സുധാകരന്റെ പിന്തുണയിൽ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി. എല്ലാവരും തന്റെ നേതാക്കളാണ്. പാർട്ടി പരിപാടികളിൽ താൻ പങ്കെടുക്കുന്നില്ല. പ്രചരണത്തിന് ഇറങ്ങുന്നത് താൻ MLA ആകാൻ പ്രയത്നിച്ചവർക്ക് വേണ്ടിയാണെന്നും രാഹുൽ പ്രതികരിച്ചു. സുധാകരൻ എന്റെ നേതാവാണ്, ശ്രീ KC വേണുഗോപാൽ എന്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ്, ശ്രീ VD സതീശന്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫ് എന്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. അതേസമയം രാഹുലിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ ഇരയായ സ്ത്രീ രേഖാമൂലം പരാതി നൽകിയാൽ കേസുമായി മുന്നോട്ടു പോയാൽ മതിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.